അച്ഛനും അമ്പിളി ചേച്ചി ഇത് അറിയുമ്പോ അവർക്ക് സഹിക്കാൻ പറ്റില്ല. അവരൊക്കെ അറിയുന്നതിന് മുമ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഞാൻ രഘുവേട്ടനെ ഇറക്കി വിട്ടതുപോലെ ആയില്ലേ? മാനസികമായി ഒറ്റപ്പെട്ട രഘുവേട്ടനോട് ഞാൻ അങ്ങനൊന്നും പറയരുതായിരുന്നു. സ്വയം നശിച്ച രഘുവേട്ടനെ കണ്ടപ്പോ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. അതാ ഞാൻ അതിര് വിട്ട് എന്തൊക്കെയോ പറഞ്ഞു പോയത്. അനു, നീ ഇങ്ങനെ വിഷമിക്കാതെ, നമുക്ക് കണ്ടെത്താം. ഞാനിപ്പോ തന്നെ റെഡിയായിട്ട് ഇറങ്ങാം. ശരി ഇന്ദ്രേട്ടാ, ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം. ആ ശരി. അനു, അനു. ആ ചേച്ചി, വാ കേറിയിരിക്കെ. ഞാനിവിടെ കേറിയിരിക്കാനും ഉണ്ടുറങ്ങാനും വന്നതൊന്നും അല്ല. നീ എന്റെ രഘുവേട്ടനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ? ചേച്ചി, അത് പിന്നെ അമ്പിളി ചേച്ചി, ഞാൻ ആ സമയത്ത് വേണ്ട, നീ ഒന്നും പറയണ്ടനു. ആ മനുഷ്യൻ നിനക്ക് സഹായങ്ങളല്ലാതെ എന്തെങ്കിലും ഒരു ദ്രോഹം ചെയ്തിട്ടുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം വന്ന സ്വന്തം നില മറന്ന് അവർക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ വരെ തയ്യാറായി നിന്ന ആളല്ലേ രഘുവേട്ടൻ? ആ മനുഷ്യനോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ പറയാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? ചേച്ചി, ഞങ്ങള് തമ്മില് 100 പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്നാലും രഘുവേട്ടന് ഒരു പ്രശ്നം ഉണ്ടായ നിങ്ങളൊക്കെ കൂടെ നിൽക്കുന്ന ഒരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു. അതെന്തായാലും പോയി കിട്ടി. ഒരാൾക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തുന്നതിന് പകരം നിങ്ങൾ എല്ലാരും ആ മനുഷ്യനെ ഒറ്റപ്പെടുത്തി ഇല്ലാതാക്കാനല്ലേ നോക്കുന്നത്, അല്ലേ? അമ്പിളി, ഒരു മിനിറ്റ്, ഞങ്ങളൊന്ന് പറഞ്ഞോട്ടെ. അമ്പിളി വിചാരിക്കുന്ന പോലെ ഞങ്ങൾ ആരും രഘുവിനെ അവിടെ നിന്ന് ഇറക്കി വിട്ടൊന്നുമല്ല. അതെ ചേച്ചി, രഘുവേട്ടൻ കൺട്രോൾ ഇല്ലാതെ മദ്യപാനമായിരുന്നു. പക്ഷെ ഞങ്ങൾ പല രീതിയിൽ പറഞ്ഞിട്ടും അതൊന്ന് കുറയ്ക്കാനോ നിർത്താനോ ഒരു ഉദ്ദേശം ഇല്ലാത്ത രീതിയിലായിരുന്നു രഘുവേട്ടന്റെ പെരുമാറ്റം. പിന്നെ അതൊന്ന് നിർത്തിച്ച് രഘുവേട്ടനെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളൊന്ന് ശ്രമിച്ചതാ. അതെ അമ്പിളി, വീട്ടിൽ കുപ്പി വാങ്ങിച്ചു വെച്ച് ഇങ്ങനെ കുടിച്ചാ അവസാനം ഏത് അവസ്ഥയിലാവും അറിയാലോ. അതുകൊണ്ടാ ഇനി ഇങ്ങനെ തുടരാൻ പറ്റില്ലെന്നും വീട്ടിലിരുന്ന് ഇങ്ങനെ കുടിക്കാൻ പറ്റില്ലെന്നും അനു പറഞ്ഞത്. അത് രഘുവേട്ടന് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങളുടെ വീട്ടിലിരുന്ന് കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ കഴിക്കില്ലെന്ന് പറഞ്ഞ് രഘുവേട്ടൻ ഇറങ്ങിപ്പോയി. അമ്പിളി, ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് ഒരിക്കലും രഘു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി ആയിരുന്നില്ല. മദ്യപാനം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എങ്ങനെയായാലും അവസാനം രഘുവേട്ടൻ ഇവിടുന്ന് പോയില്ലേ? രഘുവേട്ടന്റെ അവസ്ഥ നിങ്ങൾക്കറിയാവുന്നതല്ലേ. എല്ലാ ഭാഗത്തു നിന്നും ഒരാൾക്ക് അവഗണനയും ഒറ്റപ്പെടലും കിട്ടിയ തകർന്നു പോവില്ലേ അനു? എത്രമാത്രം മനസ്സ് വിഷമിച്ചായിരിക്കും രഘുവേട്ടൻ ഇവിടുന്ന് പോയിട്ടുണ്ടാവുക. അമ്പിളി വിഷമിക്കണ്ട, ഞാൻ ഇന്ന് തന്നെ രഘുവിനെ കണ്ടെത്തി കൊണ്ടുവരും. എനിക്കറിയില്ല എന്താ ചെയ്യണ്ടേന്ന്. ഈശ്വര, എന്റെ രഘുവേട്ടൻ ആപത്തൊന്നും വരുത്തല്ലേ.
നീ എന്താ ഇവിടെ? ഞാൻ അനുവിനെ കാണാൻ വന്നു. അനുവിനെ കാണാനോ? ഹേയ്, അതൊന്നും ഈ വീട്ടിൽ വെച്ച് നടക്കൂല. ഇതെന്റെ വീടാ. ഇവിടെ ഇങ്ങനെ കേറി ഇറങ്ങുന്ന പരിപാടിയൊന്നും നടക്കില്ല. അനു എന്റെ അനിയത്തിയ. അവളും ഭർത്താവും താമസിക്കുന്നിടത്തല്ലേ അവളെ കാണാൻ വരേണ്ടത്. ഓ, ഹ. കെട്ടിയോനെ ഉപേക്ഷിച്ച് തോന്നി പോലെ ജീവിക്കുന്ന നിന്നെ പോലെ അവളുമാരി എന്റെ വീട്ടിൽ കേറി ഇറങ്ങിയാലേ അതിന്റെ ചീത്തപ്പേര് എന്റെ കുടുംബത്തിനാ. ഹ, അല്ലടി അമ്പിളി, ആ മറ്റവന് നീ പൂർണ്ണമായിട്ട് അങ്ങ് ഉപേക്ഷിച്ച? അതോ നിന്റെ സ്വഭാവ ഗുണം കൊണ്ട് അവൻ നിന്നെ കളഞ്ഞിട്ട് പോയതാണോ? ദേ പെൺപിളെ, വേണ്ടാതീനം പറയരുത്. ഓഹോ, എന്താടി നീ എന്നെ വിളിച്ചേ? എന്താ നിങ്ങക്ക് ചെവി കേക്കില്ലേ? ഓ ശരിയാണല്ലോ, പ്രായം കുറെ ആയല്ലോ അല്ലേ. അപ്പൊ പിന്നെ കേൾവി ശക്തിയും കാഴ്ച ശക്തിയൊക്കെ കുറയും. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പ്രായമായതേ നിന്റെ അച്ഛനാ, അല്ലാതെ എനിക്കല്ല. എന്റെ അച്ഛന് പ്രായമായെങ്കിലേ ആ പ്രായത്തിൽ ജീവിക്കേണ്ട രീതിയിൽ തന്നെയാ എന്റെ അച്ഛൻ ജീവിക്കുന്നത്. അല്ലാതെ വയസ്സാങ്കാലത്ത് മക്കൾക്കും മരുമക്കൾക്കും ശല്യായിട്ടല്ല. നിങ്ങൾ കാണിക്കുന്നത് എന്താ? അതൊന്നും നിങ്ങൾ സ്വയം ഓർത്ത് നോക്ക്. മക്കൾക്കോ മരുമക്കൾക്കോ സ്വന്തക്കാർക്കോ ആർക്കെങ്കിലും നിങ്ങൾ ഇഷ്ടമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ അത് നിങ്ങളുടെ സ്വഭാവം കൊണ്ടാ. അനുവിന്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് വല്ല വിഷവും തന്നിട്ടേ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയേനെ. എന്താ തള്ളേ, നിങ്ങൾ എന്താ പറഞ്ഞു വന്നേ? രഘുവേട്ടൻ എന്നെ ഉപേക്ഷിച്ചു പോയത് എന്റെ സ്വഭാവ ഗുണം കൊണ്ടാണെന്നോ? അതെ, അതിലെന്താ സംശയം? ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും അലസനാ നിന്റെ രഘു. അവന് പോലും നിന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ വഴക്കുകളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാവും. ആഹാ. അത് പരിഹരിക്കാനേ ഞങ്ങൾക്കറിയാം. നിങ്ങൾ അതോർത്ത് വിഷമിക്കണ്ട.